ഈ ചുറ്റമ്പലത്തിനുള്ളിൽ എങ്ങനെയാ സ്വകാര്യ വ്യക്തിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വന്ന് ചുറ്റമ്പലത്തിനുള്ളിൽ ഈ അച്ചായൻസ് ബോർഡിന്റെ ബോർഡ് വന്നു അതിന് അല്ല ചുറ്റമ്പലത്തിനുള്ളിൽ ബോർഡ് വെക്കാൻ ഹൈക്കോടതിയിൽ ഓർഡർ ഉള്ളതല്ലേ ഫ്ലെക്സ് പോലും വെക്കാൻ പറ്റില്ല പിന്നെ ഇനി പരസ്യ ബോർഡിനകത്ത് കയറി അത് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഓഫീസല്ലേ ഇപ്പൊ നിങ്ങൾ അങ്ങനെ തെറ്റ് പറ്റുന്ന മാറ്റുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്ത് സ്പോൺസർ ചുറ്റമ്പലത്തിനുള്ളിലോ സ്വകാര്യ വ്യക്തിയുടെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു സ്പോൺസർ ചെയ്യുന്നു എന്ത് സ്പോൺസർ എന്താ നേടിയത് എത്ര രൂപയ്ക്ക് സ്പോൺസർ നേടിയത് എന്താ സ്പോൺസർ ചെയ്ത് ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു ഫ്ലെക്സ് ബോർഡ് യൂസ് ചെയ്യത്തില്ലെന്ന് അറിയാമല്ലോ ഫ്ലെക്സ് ബോർഡ് നിരോധിച്ച് കേരളത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നിരോധിച്ചുള്ള കാര്യം അറിയാമോ ഈ ചുറ്റമ്പലത്തിനുള്ളിൽ ഈ 4 ഘട്ടം ഈ ചുറ്റുമതിലിനുള്ളിൽ നിങ്ങൾ എങ്ങനെ ഫ്ലെക്സ് ബോർഡ് വെച്ചത് കഴിഞ്ഞ വെള്ളം വെച്ചിട്ട് ഇത് മാറ്റാത്ത എന്താ അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് വേണ്ടില്ല കണ്ടോവരെ പരസ്യം വെക്കാനുള്ള സ്ഥലമല്ല കണ്ടോവരെ പരസ്യം വെക്കാനുള്ള സ്ഥലമാണോ ക്ഷേത്രം നിങ്ങൾ തീരെഴുതി കൊടുക്കൂല ഇങ്ങനെ നിങ്ങൾ 4 അമ്പലത്തിനുള്ളിലും വെക്കൂലോ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറല്ലേ നിങ്ങളപ്പോൾ 1 വർഷം മുമ്പ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്നിട്ട് നിങ്ങൾ മാറ്റാൻ എന്ത് നടപടി എടുത്തത് മാറ്റാൻ എന്തെങ്കിലും നടപടി എടുത്തോ മിണ്ടാത്തതെന്താ ഫ്ലെക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട് അത് ഈ ക്ഷേത്രത്തിനുള്ളിൽ നിങ്ങൾ പരസ്യ ബോർഡ് വെച്ചിരിക്കുന്നു ക്ഷേത്രത്തിനുള്ളിൽ കേരളത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി നിങ്ങൾ എത്ര രൂപ മേടിച്ച് നിങ്ങൾ പണം വാങ്ങാതെ ഈ സാധനം ഇവിടെ ഇരിക്കുമോ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം വന്നു എത്രമാത്രം ധൈര്യം വന്നു ഇത് പുറത്തല്ലല്ലോ ഈ ചുറ്റമ്പലത്തിനുള്ളിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നു അതും ഭഗവാൻ അവന്റെ താഴെ പരസ്യ ബോർഡിന്റെ താഴെ പരസ്യ മുതലാളിയുടെ താഴെ ഭഗവാന്റെ ഫോട്ടോ വെച്ചിരിക്കുക നിങ്ങൾ തീരെഴുതി കൊടുക്കൂലോ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് തൊടാൻ പറ്റുമോ ഇവിടെ ഭഗവാൻ ഉണ്ടോ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ മാസം ശമ്പളം കിട്ടുന്നുണ്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ പേര് വെച്ചിരുന്നാൽ പോരെ ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓഫീസർമാരെ നിയമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദൂർത്തടിക്കാനും കളക്ടറിന്റെ കാശ് മേടിച്ച് ഇവിടെ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഹൈക്കോടതി കേട്ടി തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും 1 വർഷമായിട്ട് ഇരിക്കണം 1 വർഷം മുമ്പ് വെച്ചാണ് പിന്നെ തന്റെ പണി എന്താണോ 1 വർഷം മുമ്പ് വെച്ചതാണ് ഇവിടെ കാര്യങ്ങൾ നേരെ നോക്കി നടത്താൻ വേണ്ടി ഓഫീസർമാരെ വെച്ചിരിക്കുന്നത് താൻ നന്നായി തന്റെ കുടുംബം നന്നായി ഇവിടെ ഉള്ളവന്മാരൊക്കെ നന്നാക്കുകയല്ല വേണ്ടത് ഈ ഫ്ലെക്സ് ബോർഡ് 24 മണിക്കൂറിൽ നിന്ന് മാറിയില്ലെങ്കിൽ താൻ അറിയും